പാകിസ്ഥാൻ ന്യൂസിലാൻഡ് രണ്ടാം T20 മത്സരത്തിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. മത്സരം പൂർത്തിയായിരിക്കുകയാണ്. പാകിസ്ഥാൻ വീണ്ടും 5 വിക്കറ്റിന് പരാജയപ്പെട്ട് ആദ്യ മത്സരത്തിലൊരു നാണം കെട്ട തോൽവി എന്ന രീതിയിലുള്ളൊരു തോൽവിയാണ്. ഇത്തവണ അല്പം പൊരുതി നമുക്കറിയാം, മഴ പെയ്തതിനു ശേഷം മത്സരം 15 ഓവറാക്കി ചുരുക്കിയിരുന്നു. 135 റൺസാണ്, 9 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസാണ് പാകിസ്ഥാൻ നേടിയത്. 13.1 ഓവറിൽ 137 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടി ന്യൂസിലാൻഡ് വിജയിച്ചു. ഈ സാഹചര്യത്തിൽ 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കുറിച്ചിട്ട്. അതിലൊന്ന്, ചാമ്പ്യൻസ് ട്രോഫിയിൽ നഷ്ടത്തിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ ചാമ്പ്യൻസ് ട്രോഫി വലിയ തരത്തിലൊരു നഷ്ടക്കച്ചവടമായി പാകിസ്ഥാന് മാറി എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ നഷ്ടത്തിൻ്റെ കണക്കുകൾ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ കൂടി PCB പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പാക് താരങ്ങൾ ഇനി മുറുക്കിയെടുത്ത് കുറച്ചു കാലം മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്താണ് ആ ഒരു കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? ഇപ്പം കണക്കുകളെ കുറിച്ച് പറഞ്ഞാൽ 869 കോടി നഷ്ടമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാധ്യമ റിപ്പോർട്ടാണ് പുറത്തു വന്നത്, ഒഫീഷ്യൽ കണക്കല്ല. എങ്കിലും 869 കോടി നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പാക് ക്രിക്കറ്റിൻ്റെ PCBയുടെ വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്ന്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞായിരുന്നു, മത്സരങ്ങൾ പുറത്തേക്ക് പോയത്, പാകിസ്ഥാൻ്റെ പരാജയം, ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഇപ്പം അതിനുശേഷം ആ സമയത്ത് തന്നെ അറിയാം ആ ടീമിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്. ഒരു വലിയ തകർച്ചയിലേക്കാണ് പാക് ക്രിക്കറ്റ് ബോർഡും കൂപ്പുകുത്തി വീണത്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് പോയത്. ഇപ്പം സൈഫ് തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ ആദ്യ 2 മത്സരങ്ങളും T20 2 മത്സരങ്ങളും ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടു. ഒരു മാറ്റവും ഇല്ല എന്ന് ടീം അംഗങ്ങൾ പറയുന്നു. അപ്പം പാക് ക്രിക്കറ്റ് ബോർഡിന് ഇനിയിപ്പം മുറുക്കിയെടുക്കാതെ വേറെ വഴിയില്ല. ഈ നഷ്ടക്കച്ചവടത്തിനിടയിൽ ടീമിന് തുടർ തോൽവികളും തലവേദനയും മാറുകയാണ്. ഒരാശ്വാസം എന്നുള്ള ടീം ജയിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രകടനം കണ്ടെങ്കിലും എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് കരുതും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. ഇത്രയും വലിയ നഷ്ടത്തിലൂടെ പാക് ക്രിക്കറ്റ് ബോർഡ് പോകുന്നു, തുടർ തോൽവികളുടെ ടീമും പോകുന്നു. അപ്പോൾ വലിയൊരു ഇതില്ല, നമ്മൾ പറഞ്ഞാൽ തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം താരങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസം ഉണ്ടാവില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എക്കണോമിക് ഹോട്ടലുകൾക്ക് മാറുവാണ്. അതുപോലെ തന്നെ എല്ലാ പ്രതിഫലത്തിൽ തുകയിലും മാറ്റം വരുന്ന കഴിഞ്ഞ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതല്ല എന്ന് ബോർഡ് പറയുന്നുണ്ട്. പക്ഷെ വലിയൊരു ഇതാണ് പറയുന്നത്. കാരണം ഇപ്പോൾ IPL എന്ന് പറയേണ്ട ചെറിയൊരു ലീഗുകളിൽ പോലും ഇപ്പം നടക്കുന്ന സ്റ്റേറ്റ് ലീഗുകളായാലും കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നടക്കുന്ന ലീഗുകൾ പോലെയായാലും ആ ക്രിക്കറ്റ് ലഭിക്കുന്ന പ്രതിഫലം പോലെയാണ് ഇപ്പം പാക് ക്രിക്കറ്റ് ബോർഡ് താരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ വശം നമുക്ക് ഓർഡറുകളോ മറ്റൊന്നും ലഭിച്ചിട്ടൊന്നുമില്ല. പക്ഷേ റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയാണ്. അത് ശരിയാവാനേ വഴിയുള്ളൂ. ഈ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. പാക് ടീമിൻ്റെ നായകനായിരുന്ന മുഹമ്മദ് റിസ്വാൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ, അതായത് പാകിസ്ഥാൻ്റെ ഒരു ടോപ്പ് ടയർ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഉണ്ട്, അതിൽ കളിക്കാതെ നാട്ടിലെ സാധാരണ ക്ലബ് ക്രിക്കറ്റിൽ കളിക്കാൻ പോയി എന്ന രീതിയിലൊരു വാർത്ത, അവിടെ പോയി സെഞ്ചുറി അടിച്ചു എന്നുള്ള വാർത്ത. ഇതൊരു ഇപ്പോഴത്തെ പാക് ക്രിക്കറ്റിൻ്റെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങൾക്കൊരു ഇത് നൽകുന്നൊരു സംഭവം കൂടിയല്ലേ? അതാണ് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു രാജ്യത്തെ ക്രിക്കറ്റ് ടീമിനെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം ആഭ്യന്തര ക്രിക്കറ്റ് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ടെസ്റ്റ് ടീം ഈ പറഞ്ഞ പോലെ തോൽവികളിലൂടെ പോകുന്നൊരു തോൽവി ടീമാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം ന്യൂസിലാൻഡിനോടും ഓസ്ട്രേലിയയോടും കളിച്ച് നമ്മൾ തോൽവി അത് അത്ര രീതിയിലാണ് തോറ്റുപോയത്. ആ സമയത്ത് BCCI ചെയ്തത് എന്തായിരുന്നു? രഞ്ജി കളിക്കാൻ വേണ്ടി ക്യാപ്റ്റനെയും സീനിയർ താരമായ കോഹ്ലി ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞു വിട്ടു. താരങ്ങളെല്ലാം ഇവിടെ വന്ന് കളിക്കേണ്ടി വന്നു. അതൊരു ഒരു നടപടിയായിരുന്നു, ഒരു കണക്കിൽ ഇപ്പോൾ നടപടി എന്ന് പറയാം. താരങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു, ഫോം വീണ്ടെടുക്കാനുള്ള അവസരം കൂടിയായിരുന്നു. അതാണ് അതിൻ്റെ രീതി, അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ പാക് ക്രിക്കറ്റ് ബോർഡിൽ നടക്കുന്നത് അതല്ല. അവിടെ ഇപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ലീഗിൽ നമുക്കറിയാം, ഒരു താരം കിടന്നുറങ്ങിയത് ടൈം ഔട്ടായി പോകുന്നതായിരുന്നു. അതുപോലെ ഇപ്പോൾ പറയുമ്പോൾ ടീമിൻ്റെ നായകനാണ്, ആഭ്യന്തര ടൂർണമെൻറ്റ് കളിക്കാതെ ക്ലബ്ബ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിൻ്റെ കളി ചിലപ്പം അതായിരിക്കാം നല്ലത്. അവിടെ കളിച്ച് ചിലപ്പോൾ തിളങ്ങാൻ പറ്റുന്നു, ഇപ്പോൾ സെഞ്ചുറി അടിച്ചെന്ന് പറഞ്ഞു, അത് അവിടെ തിളങ്ങാൻ പറ്റുന്നതായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത് പറയാം. പക്ഷേ അതല്ലല്ലോ വേണ്ടത്. ആ ടീമിന് എന്താണ്, ഇപ്പോൾ അദ്ദേഹത്തിന് T20 ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഏകദിന ടീമിൽ അദ്ദേഹം ഉണ്ട്, ന്യൂസിലൻഡിനെ കളിക്കാൻ വേണ്ടി പോകേണ്ട താരമാണ്. ആ ഒരു കോൺട്രാക്റ്റിലുള്ളത് പറഞ്ഞാണ്, അതായത് ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റൻ തന്നെയാണെന്നല്ലോ പറയുന്നത്. ആ സമയത്ത് ഒരു ഇങ്ങനെ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. അത് ശരിയല്ല. അത് ആ താരങ്ങൾ മാറണം. ഇതിനെ ഒരു കടിഞ്ഞാണില്ല. പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഇത് പറയുമ്പോൾ അഫ്രീദി ഉൾപ്പെടെ താരങ്ങൾ, അക്തർ ഉൾപ്പെടെ താരങ്ങൾ, എല്ലാ താരങ്ങളും പറയുന്ന പോലെ പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ കയ്യിലൊരു കടിഞ്ഞാണില്ല. ക്രിക്കറ്റ് ബോർഡ് ഒരു വശത്തേക്ക് പോകുന്നു, താരങ്ങൾ മറുവശത്തേക്ക് പോകുന്നു, കോച്ചും കുറച്ച് പേരും ഗ്രൗണ്ടിലിറങ്ങി എന്തൊക്കെ കളിക്കുന്നു, ഒരു കാര്യമില്ലാണ്ട് പോവാണ്. ഒരു കൂട്ടം വന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടി തിരിച്ചു കയറി പോകുന്ന അവസ്ഥയാണ്. ഇന്നിപ്പം ആദ്യ മത്സരത്തിൽ വലിയ തോൽവി, ഇന്ന് വലിയ തോൽവിയല്ല പറഞ്ഞു. ഇത് 15 ഓവർ മാത്രമേ കളി ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ആയെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഇവ 11 ബോൾ ബാക്കിയിരിക്കുമ്പോഴാണ് 137 റൺസ് അടിച്ച് ന്യൂസിലൻഡ് കളി ജയിച്ചത്. അവർക്കൊരു ഈസി ആയിരുന്നു. ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ കണ്ടില്ല. ഞാൻ ആദ്യ മത്സരത്തെ കുറിച്ച് പറഞ്ഞത് പാകിസ്ഥാൻ 91 റൺസിന് ഓൾ ഔട്ട് ആവുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 50 റൺസിന്റെ താഴെയൊക്കെ ഓൾ ഔട്ട് ആവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവരൊരു 91 എത്തുന്നു. പക്ഷെ ന്യൂസിലാൻഡ് ആ സ്കോർ ചേസ് ചെയ്തത് 10 ഓവറിലാണ്. 10 ഓവർ അത് കൃത്യമായിട്ട് കണക്കായിരുന്നു. 5 ഓവറിൽ അവർ 50 റൺസ് നേടുന്നു. അത് കഴിഞ്ഞ് അതെ കൃത്യമായിട്ട് ആ ഒരു
കൃത്യമായിട്ടുള്ള ഒരു രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 5 ഓവറിൽ അവർ 45 റൺസ് നേടുന്നു, പവർ പ്ലേയിൽ 53 റൺസ് നേടുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് 10ാമത്തെ ഓവറിൽ 90 റൺസ് ആവുന്നു, അവരത് ജയിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടൊരു കണക്കൂട്ടേ. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻ സൽമാൻ ആകെ 28 ബോളിൽ 46 റൺസ് നേടിയിട്ടുണ്ട്. ഷതാബ് ഖാൻ 14 ബോളിൽ 26 റൺസ് നേടിയിട്ടുണ്ട്. ഷഹീൻ അഫ്രീദി 14 ബോളിൽ 22 റൺസ് നേടിയിട്ടുണ്ട്. മുഹമ്മദ് ഹാരിസ് 10 ബോളിൽ 11 റൺസ് നേടിയിട്ടുണ്ട്. ഇപ്പൊ ഇവര് മാത്രമാണ് രണ്ടക്കം കടന്നിട്ടുള്ളത്. പിന്നെ അബ്ദുൽ സമദ് 11 റൺസ് നേടിയിട്ടുണ്ട്. ഇവര് രണ്ടക്കം കടന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു 9 വിക്കറ്റുകൾ ടീമിന്റെ നഷ്ടപ്പെടുന്നുണ്ട്. അതൊരു നല്ല സൂചനയല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മാത്രമല്ല ന്യൂസിലാൻഡ് മികച്ച രീതിയിലുള്ളൊരു വിജയം തന്നെയാണ് ന്യൂസിലാൻഡ് സ്വന്തമാക്കുന്നത്. 5 വിക്കറ്റ് നഷ്ടമായി എന്ന് ശരിയാണെങ്കിൽ കൂടി ഇപ്പൊ 5 T20 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 2-0 ന്യൂസിലാൻഡ് മുന്നിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ ന്യൂസിലാൻഡിന്റെ റെഗുലർ താരങ്ങൾ ഇല്ല എന്നതും കൂടി എടുത്ത് പറയേണ്ട കാര്യമാണ്. പ്രധാന താരങ്ങൾ ആരും ഇല്ല. 4 പേര് ഈ പറഞ്ഞു ചിന്നവേന്ദ്രയായാലും സാൻഡറായാലും കോൺവേ ഇല്ല. അങ്ങനെ പല അതായത് അവരുടെ പ്രമുഖ താരങ്ങൾ ആരും ഇല്ലാതെയാണ്. ലോക്കി ഫെർഗൂസൻ ഇല്ല. അപ്പൊ ഒരു അതെ ഇപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പാക് ക്രിക്കറ്റ് ഒരു മുന്നിലേക്ക് പോകാൻ ശ്രമിക്കേണ്ട ഒരു സമയത്ത് വീണ്ടും പരാജയങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതാണ്. ഈ ടീമിനോട് ചോദിച്ചൊരു പിടിവള്ളിയായിരുന്നു. ഒരു നമ്മൾ പറഞ്ഞത് നേരത്തെ ആഫ്രിദിയല്ലേ പറഞ്ഞത് വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞത്. അപ്പം അതിൽ നിന്നൊരു വെന്റിലേറ്ററിൽ ശ്വാസം വിടാനുള്ള അവസരമായിരുന്നു ന്യൂസിലാൻഡ് പരമ്പര. കാരണം പ്രധാന താരങ്ങളില്ലാത്തൊരു ടൂർണമെന്റിൽ അതൊന്ന് പിടിച്ചു കയറാൻ. പക്ഷെ അവിടെ നേരെ പോയിട്ട് അവിടെ ചക്രശ്വാസം വലിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 മത്സരങ്ങൾ 5 മത്സരങ്ങളുടെ പരമ്പര 2 മത്സരം കഴിഞ്ഞ് 2 വിജയത്തിന് തോറ്റു. ഇതിപ്പോൾ 5 ഈ പാകിസ്ഥാൻ തോറ്റാൽ ഒരു അത്ഭുതവും വേണ്ട. 5 വിജയത്തിന് തോറ്റാലും ആരെയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇത് തോറ്റാൽ ആരെ കുറ്റം പറയുന്നതാണ്? സെലക്ടർമാർ കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫി ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്ടർമാരെ കുറ്റം പറയും, കോച്ചിനെ കുറ്റം പറയും, കോച്ച് താരങ്ങളെ കുറ്റം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലും അടുത്ത ടീമിൽ ഇറങ്ങും, ഇതുപോലത്തെ ടീമായിട്ട് പോകും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടുത്തെ കളിക്കാൻ പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ, മുൻ താരങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ ടീമിന് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്, ടീമിനെ സെലക്ട് ചെയ്യുന്ന മാനദണ്ഡം എന്താണെന്ന് ചോദിക്കുന്നു. ഇതിനൊന്നും ഉത്തരവില്ല. പാക് ക്രിക്കറ്റ് ബോർഡിന് ഇതിന് യാതൊരു ശ്രദ്ധയുമില്ല, അത് പോകുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെ ക്രിക്കറ്റ് ബോർഡിന് ഇത്രയും വലിയ 860 കോടി നഷ്ടങ്ങളൊക്കെ വരുന്നു പറയുന്നത്. 96 ശേഷം ഒരു കിട്ടിയ ഒരു ICC ടൂർണമെൻറ്റ് ഒരു നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജീവശ്വാസം തന്നെയായിരുന്നു പാക് ക്രിക്കറ്റിന് അത് വന്നത്. അവിടെ അതിന്റെ സുപ്രധാന മത്സരങ്ങളെല്ലാം ദുബായിലേക്ക് സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആദ്യം തന്നെ ആ അപകടം പാക് ക്രിക്കറ്റ് ആദ്യം തന്നെ മണത്തിരുന്നത്. അത് പാക് ക്രിക്കറ്റിന് ദയനീയാവസ്ഥയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇന്ത്യ കളിക്കാൻ വരില്ലെന്ന് പറഞ്ഞപ്പോഴേ ആ ടൂർണമെൻറ്റ് അവിടെ തീർന്നിരുന്നു. അതിൽ സംശയമില്ല പാക് ക്രിക്കറ്റ് ഇങ്ങനെ പോകുന്നത് പാക് ക്രിക്കറ്റ് ബോർഡിനും ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ത്യ കളിക്കണം, ഇല്ലെങ്കിൽ ഇത് കളിക്കാനില്ല ആദ്യം പ്രതിഷേധം ഉന്നയിച്ചത്. പക്ഷേ പിന്നീട് ഹൈബ്രിഡ് മോഡൽ പറയുമ്പോഴും അത് അംഗീകരിക്കില്ലാതെ വേറെ വഴിയില്ല. കാരണം ഈ ടൂർണമെൻറ്റ് ഇത്രത്തോളം നിലനിൽക്കണമെങ്കിൽ പോലും ഈ ഇന്ത്യയുടെ പങ്കാളിത്തത്തിൽ വേണം. ഇന്ത്യ കളിക്കില്ല എന്ന് പറഞ്ഞാൽ തീർന്നതാണ് അവിടെ. അപ്പം ICCക്ക് മുന്നിൽ BCCI എന്താണോ പറയുന്നത് അത് കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് വരുമ്പോൾ പാകിസ്ഥാന് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ അത് അംഗീകരിച്ചു. സെമിയും ഫൈനലും ഉൾപ്പെടെ 5 മത്സരങ്ങൾ പിന്നെ ദുബായിലേക്ക് പോയി. 10 മത്സരങ്ങളിൽ 3 മത്സരം മഴ കൊണ്ടുപോയി പാകിസ്ഥാനിൽ. ബാക്കി 7 മത്സരം, അതായത് 7 മത്സരം പാകിസ്ഥാനിലും 5 മത്സരം ദുബായിലാണ് നടന്നത്. അപ്പോൾ അതേ രാജ്യത്തിന് എന്ത് ലഭിച്ചു എന്നുള്ളത് രാജ്യത്തിന് വ്യക്തമാണല്ലോ. അല്ലൊരു പ്രാധാന്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ പിന്നെ ഒരു സെമിയും ഒരു ഫൈനലും ഉൾപ്പെടെ ഇവിടെ വന്നു. അവിടെ തന്നെ തീർന്നിരുന്നു. ആ അപകടം ഒരു മണത്തിനാണ് അതിൽ ഒരു നിസ്സായരാണെന്ന് പറയാൻ പറ്റും. തീർച്ചയായും. ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു പരമ്പരയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡ് 2-0 T20 പരമ്പരയിൽ മുന്നിലെത്തി. ഇനി 3 മത്സരങ്ങളുണ്ട്. ആ 3 മത്സരങ്ങൾ വിജയിച്ച് പാകിസ്ഥാന് ഒരു തിരിച്ചു വരാനുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഇനിയുള്ള 3 മത്സരങ്ങളും വിജയിക്കണം. അത് കഴിഞ്ഞിട്ട് ഏകദിന പരമ്പര വരുന്നുണ്ട്. റിസ്വാനാണ് ടീമിനെ നയിക്കാൻ എത്തുന്നത്. പക്ഷേ അതേ റിസ്വാന്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം ക്ലബ്ബ് ക്രിക്കറ്റിൽ കളിക്കാൻ പോയി അവിടെ സെഞ്ചുറി അടിക്കുന്നു. അതെ. മറ്റൊരു കാര്യം, ഇപ്പോൾ പാക് താരങ്ങളിൽ പലരും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു തരത്തിലുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ കുഷ്ദിൽ ഷാ ഒന്നാമത്തെ മത്സരത്തില് T20 മത്സരത്തില് ന്യൂസിലാൻഡ് താരത്തിനോട് ഒരു മോശമായി പെരുമാറി അതിന്റെ പേരിൽ ഒരു 50% മാച്ച് പിഴ ചുമത്തുന്ന ഒരു സാഹചര്യം അത് ICC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് താരങ്ങളുടെ ഈ ഒരു നിയന്ത്രണം വിടുന്ന സാഹചര്യത്തിലേക്ക് പോവാണ്. അദ്ദേഹം തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള 3 മത്സരങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് നിർണായകമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ICCയിൽ കിടക്കുന്ന പാക് ക്രിക്കറ്റിനെ എന്തെങ്കിലും മുന്നോട്ട് നയിക്കാൻ ഇത് അനിവാര്യമാണ്. കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി താരങ്ങളും അതുപോലെ തന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണം എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ ഉള്ളത്. എന്തായാലും ഇനിയും ഉള്ള മത്സരങ്ങൾ പാകിസ്ഥാന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.